ഹലോ, അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഴുത്ത 6 മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി ചെത്തിയതല്ല, പറിച്ചതാണ്. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര പാനിയാക്കിയതിന് ശേഷം അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് നല്ല ശുദ്ധമായ 1 സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇത്ര ടേസ്റ്റ് കിട്ടാൻ കാരണം ഈ നെയ്യാണ് കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. നമ്മുടെ നടി ഊർമിള ഉണ്ണി നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ച ഒരു റെസിപ്പിയാണിത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നി. ഉണ്ടായി കഴിഞ്ഞപ്പം അസാധ്യ ടേസ്റ്റാണ്. അപ്പം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പിന് നമ്മളെ മാങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളയ്ക്കാൻ സമ്മതിക്കരുത്. ഈ ചൂട് തന്നെ കിടന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരും കേട്ടോ. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. എന്തായാലും നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ഉലുവ, 4 വറ്റൽമുളക്, അല്പം കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് നമ്മളെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാമ്പഴത്തിൻ്റെ ടൈമാണല്ലോ, ഇഷ്ടംപോലെ മാങ്ങ കിട്ടും. പച്ചക്ക് കഴിക്കുമ്പോൾ മടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കാം. വീട്ടിലിപ്പോൾ എന്നും ഇത് തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം